നീ എവിടെ ഉള്ളടാ? അതിൽ ടിൻചേട്ടന്റെ മകനാണ് വില്ലനായിട്ട് അഭിനയിക്കുന്നത്. അതിന്റെ എല്ലാം മ്യൂസിക് ഉണ്ട്. എന്ത് സംഭവിച്ചാലും നിന്റെ അപ്പം കൂടെ ഉണ്ടാന്ന് പറഞ്ഞു. പൊളി. അല്ല പടക്കം പൊട്ടി അല്ലേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിഷയം. നിന്റെ അപ്പം കൂടെ ഉണ്ടാന്ന്. പക്ഷെ നമ്മൾ തമ്മിൽ 3 പേർക്കും തമ്മിലൊരു സാമ്യമുണ്ട്. എന്താ? ഇപ്പൊ ദുബായിലെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും എയറിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക്. ഫ്ലൈറ്റ് വേണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇടുന്നത് ഷോർട്സ് ആണെങ്കിലും ബിക്കിനി ആണെങ്കിലും അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നില്ലല്ലോ. അത് യു ഡു ഇറ്റ്. പക്ഷെ ഞാൻ പോയ ഒരാളെ വെറുതെ തല്ലുകയാണെങ്കിലോ തെറി വിളിക്കുകയാണോ അത് അവരെ ഹേർട്ട് ചെയ്യും. ഡോണ്ട് ഡു ദാറ്റ്. ഇപ്പൊ നിങ്ങളൊക്കെ യുവർ ഓൾ ലിവിംഗ് യുവർ ലൈഫ്. കുറച്ച് തെറി കേൾക്കും. സോ വാട്ട്? അതേ ഉള്ളൂ ചേച്ചി, തെറി മാത്രം. എൻജോയ് ഇറ്റ്, എൻജോയ് ഇറ്റ്. അതൊക്കെ ഒരു കുറച്ച് ചെറിയാണ് പക്ഷെ വെൻസെടുത്ത് ചെറിയുടെ ഒക്കെ ഒരു പവറേ. നമ്മളൊരു 70 വയസ്സാകുമ്പോൾ ആയിട്ടില്ലെങ്കിലും ഒരു 70 വയസ്സാകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഛേ എന്തൊക്കെ ചെയ്യായിരുന്നു. ആ 70 വയസ്സിൽ തിരിഞ്ഞു നോക്കി, ഛേ ഞാനതൊന്നും ചെയ്തില്ല. ബിക്കോസ് ആ സമയത്ത് നമ്മൾ ചെയ്യാതിരിക്കാൻ കാരണം ഈ സൊസൈറ്റി എന്ത് പറയുമെന്നൊരു ചിന്തയാണ്. ശരിക്കും ആരും നോബഡി കെയർസ് അബൌട്ട് യു. ഈ വർഷത്തെ മികച്ച സെലിബ്രിറ്റി ഇന്റർവ്യൂ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു നാഴികക്കല്ല് പിന്നീടും നമ്മുടെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ഉണ്ട് എന്നുള്ളത്. നിസ്സംശയം പറയാം, എൻ്റെ ലൈഫിലെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയായ ടിനി ടോം, ടിൻചേട്ടനെ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ടിൻചേട്ടാ, ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ടിനി ടോം എന്നെ അപ്പോസ് ഇരുത്തം വന്ന ആർട്ടിസ്റ്റ് ആക്കി. 2 മണിക്കൂറായി ഞാൻ അവിടെ ഇരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ആർക്കാണ് കൊടുക്കാൻ പോണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു 2 മണിക്കൂർ വൈകൂ എന്നുള്ളത്. കുഴപ്പമില്ല. അതുകൊണ്ട് ടിൻചേട്ടാ, ഏതാണ് കാറ്റഗറി, ആർക്കാണെന്നൊക്കെ ഒന്ന് വായിക്കാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഡാസ്ലർ റിട്ടേൺ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാറിലെ ഏത് കാറ്റഗറി ചേട്ടാ? ഫയർ ബ്രാൻഡാണ്. ഈ ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മോട്ടിവേറ്ററാണ്. കാരണം വരുന്ന കല്ല് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് മൈ ഹേറ്റേഴ്സ് വിൽ ബി മൈ ഫാൻസ് എന്ന് തെളിയിച്ച ആളാണ്. കാരണം ഞാൻ അബുദാബിയിലൊക്കെ ഷോനൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ വൈകിട്ട് ഒരു 6 മണിക്ക് തുടങ്ങിയാൽ ഞങ്ങൾ ഉറങ്ങാൻ പോകും 9 മണി 10 മണിയാകുമ്പോൾ. വെളുപ്പിന് 3 മണിക്ക് വരുമ്പോഴും സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്. മറ്റാരുമല്ല, രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ചേച്ചിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഞങ്ങളുടെ ഇന്നത്തെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാറിലെ ഞങ്ങളുടെ ബെസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂ 2025 കാറ്റഗറിയിലാണ് ചേച്ചി ഈ വേദിയിൽ എത്തുന്നത്. സോ ചേച്ചിയെ നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ചേച്ചി ഈസ് ഓൾ ഹിയർ. സോ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ചേച്ചിക്ക് ആദ്യ അവാർഡ് ഏറ്റുവാങ്ങൂ ചേച്ചി, പ്ലീസ്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ചേച്ചിക്ക് ഞങ്ങൾ ഇവിടെ ഇതാ ഞങ്ങളുടെ ബെസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂ അവാർഡ് ഞങ്ങൾ നൽകുകയാണ്. ഡാസ്ലർ റിട്ടേൺ നൽകുന്ന ഗിഫ്റ്റ് നൽകുന്നു. ഇനി ഒരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്, സർട്ടിഫിക്കറ്റും കൂടി നൽകുകയാണ്. സർട്ടിഫിക്കറ്റ്, യെസ്. മൈ ജോലി ബിക്കം സോ ഈസി. കാരണം ചേച്ചി പ്ലീസ് ടേക്ക് ഓവർ ദ മൈക്ക്. താങ്ക് യു വെരി മച്ച് മീര. താങ്ക് യു ടിനി ചേട്ടാ. ടിനി ചേട്ടൻ 2 മണിക്കൂർ ഇവിടെ കാത്തിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നേരത്തെ വന്നേനെ. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പൂനെ വേണം നമ്മള് പഞ്ഞിക്കിടാൻ. പക്ഷെ ഒരുപാട് വിന്നേഴ്സിനെ കാണാൻ പറ്റിയില്ലേ? നോ, ആബ്സല്യൂട്ട്ലി. ഒരു ഓൺലൈൻ സോഷ്യൽ മീഡിയനെ ഇത്രയും വലിയൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എടുക്കുന്ന എഫേർട്ടിന് ഐ തിങ്ക് വി ഷുഡ് ഗിവ് ദം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇറ്റ്സ് നോട്ട് ഈസി. റിയൽ ലൈഫിൽ തന്നെ ഈസി അല്ലാത്തൊരു കാര്യമാണ്. ഇത് പുതിയതല്ല, ഇത് 8 വർഷമായി. ഇപ്പോഴാണ് എന്റെ മുഖത്ത് നോക്കുന്നേ. നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല ഫേസ്. ഇത് കുറെ വർഷം ചേട്ടാ. അപ്പം ബേസിക്കലി ഐ തിങ്ക് ഐ വോണ്ട് ടു സേ താങ്ക് യു ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ബട്ട് ദ ഫാക്ട് ഓഫ് ദ മാറ്റർ ഇസ്, സത്യം പറഞ്ഞാൽ ഞാൻ 28 വർഷമായി ആങ്കർ ചെയ്യുന്നു. എന്റെ 15ാമത്തെ വയസ്സിലാണ് ഞാൻ മൈക്ക് എടുത്തത്. എന്നെ പല സ്ഥലത്ത് ആങ്കർ ചെയ്യാൻ കൊണ്ടുപോയി. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ അൺപ്രൊഫഷണലി പ്രൊഫഷണലി ഇൻ ഓൾ ഓഫ് ദാറ്റ് എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടുന്ന
maybe this probably is one of the awards I'm getting, because അങ്ങനെ awards ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റ് TV അവാർഡ്സ് എന്തോ ആണ്. അല്ല, എനിക്ക് ഓർമ്മയില്ല. അതെന്താന്നറിയോ ചേച്ചി, നമ്മൾ അവാർഡ് കൊടുക്കുന്നവരാ, ഞങ്ങൾക്ക് ആരും തരാറില്ല. And it's very awkward. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഫീലിംഗ്. അവാർഡ് ഫംഗ്ഷൻസിന് ഞാൻ പോയി ഫ്രണ്ടിൽ ഇരുന്ന് കാണാന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കാട്ടും കൂടുതൽ മീരയുടെ ജോലി തന്നാൽ കുറച്ച് കാശെങ്കിലും കിട്ടുമല്ലോ. അതാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഫീലിംഗ്. പക്ഷേ യുനോ ഐ എം ഗ്ലാഡ് ദാറ്റ് ഒരു പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുമ്പം ഒരു എൻകറേജ്മെന്റ് എന്ന രീതിയിൽ ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴും എന്നെ അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോഴും ഐ വാസ് ലൈക്ക്, എനിക്കോ ബെസ്റ്റ് എന്താ, ഐ എം ടേക്കിംഗ് ഇറ്റ് ഫോർ ദ ഗ്രീൻ റൂം മോർ ദാൻ ബെസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂവർ. ഞാൻ ഇത് സ്വീകരിക്കുന്നത് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത ഒരു ടീമിനെ ഉണ്ടാക്കി എൻ്റെ ഒരു വാവയാണ്, എൻ്റെ ബേബിയാണ്. അതിനുവേണ്ടി ഞാൻ ഈ അവാർഡ് വാങ്ങിക്കും, ബിക്കോസ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ തമ്മിൽ 3 പേർക്കും തമ്മിലൊരു സാമ്യമുണ്ട്. എന്താ? ഇപ്പൊ ദുബായിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും എയറിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക്. ഫ്ലൈറ്റ് വേണമെന്നില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമല്ലേ ഇപ്പൊ, നിങ്ങൾക്കൊക്കെ ഉള്ളൂ. ഞാൻ അതിൽ നിന്ന് മാറി. ഞാനിപ്പോ ഒന്ന് സ്വന്തമായി എടുത്ത് കുറച്ച് അതിൽ നിന്നൊന്ന് മാറി നിൽക്കുവാണ്. എന്താണെന്ന് അറിയത്തില്ല, ആൾക്കാർ മാറി എന്ന് ചേട്ടൻ പറഞ്ഞില്ലേ. ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കി, ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കാനും നോക്കിയിട്ടില്ല, ഫാൻസിനെ ഹേറ്റേഴ്സ് ആക്കാനും നോക്കിയിട്ടില്ല. ഞാൻ ആരാണോ ഞാൻ അങ്ങനെ നിന്നിട്ട് മാത്രമേ ഉള്ളൂ. അതിപ്പോ എയർ ആണെങ്കിലും അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും ഐ ഡോണ്ട് റിയലി ഗിവ് എ ജാക്ക്. ഐ ഡോണ്ട് റിയലി കെയർ. ദാറ്റ് ഡസന്റ് മാറ്റർ. ബട്ട് ഐ തിങ്ക് അത് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. അത് എൻജോയ് ചെയ്യൂ. അതെ, നമ്മള് ഫൈറ്റേഴ്സ് അല്ലേ, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തോണ്ടിരിക്കുക. And also like they say, no, I mean I shouldn't say this, social media എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പം വന്നത് കൊണ്ടും കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് ഉള്ളത് കൊണ്ടും അത് എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ട്. അതൊരു നല്ല കാര്യമാണ്. Everybody അല്ല, എല്ലാവർക്കും ഇപ്പൊ രാജമൗലി എന്നും വേണ്ട സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ ഈ ഒരൊറ്റ മൊബൈൽ മതി. And that is the power of digital media and social media. അത് നന്നായി ഉപയോഗിക്കുന്നവർക്ക് congratulations. അത് നന്നായി അല്ലാതെ ഉപയോഗിക്കുന്നവർക്ക് I mean good for you. Whatever you want to do what you want to do. But I think ഒരു ഈവൻ പ്ലാറ്റ്ഫോം ആണ്. ഇപ്പം ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് സോഷ്യൽ മീഡിയയും. അല്ല ചേച്ചി, ഇത്രയൊക്കെ പറയുമ്പോഴും ഈ ഒരു മൊമെന്റില് ഞാൻ ടിനിച്ചേട്ടനെ പേഴ്സണലി, ചേച്ചീനെ ഓൾവേസ് ഒരു അപ്രിസിയേഷൻ ഉള്ളവരാണ് ഞങ്ങൾ എല്ലാവരും. ടിനിച്ചേട്ടൻ ഞാൻ പേഴ്സണലി ഒരു സല്യൂട്ട് പറയുന്ന ഒരു മൊമെന്റ് ആണ്. കാരണം ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ഞാൻ നോക്കുന്ന ഒരു ദിവസം മൊത്തം കല്ലേറാണ് ടിനിച്ചേട്ടനെതിരെ. അതിന് പക്ഷെ ചേച്ചി മസ് ചെയ്ത് ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ഇതാണ് അപ്പൻ എന്ന ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത് ഫുള്ളൊരു എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കയ്യടി മേടിച്ച ഒരാളായി ടിനിച്ചേട്ടൻ അപ്പൻ. കൺഗ്രാറ്റ്സ്. ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ റിയൽ ഫാൻസിനെ കിട്ടി. കാരണം ഡയലോഗ്, സോറി ഐ മിസ് ദിസ് ഡയലോഗ്. അല്ല, എന്ത് സംഭവിച്ചാലും നിന്റെ അപ്പം കൂടെ ഉണ്ടാന്ന് പറഞ്ഞു. പൊളി. അണ്ടാ പടക്കം പൊട്ടി അല്ലേ. അപ്പൊ ഈ പറയുന്ന 1000 2000 അല്ല, 3.5 കോടി മലയാളികൾ വേറെയുണ്ട്, നമ്മൾ ഇഷ്ടമുള്ളവരുണ്ടെന്ന് അറിയുന്നത് അപ്പോഴാണ്. No, absolutely. You stick with your family, you know. It doesn't matter. Who cares? I mean, it's okay മോനെ, നീ വളർന്നു വരും. അല്ല, ഈ സമയത്ത് സന്തോഷത്തോടെ പറയണം, ഇപ്പോ ടിനിച്ചേട്ടന്റെ മകൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അവനൊരു അവാർഡ് കൊടുക്കണം, ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ. ഇപ്പൊ പ്രസന്റ്ലി താരമാണ്. അത് മാത്രമല്ല ചേച്ചി, ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞ ആള് നമ്മളുടെ കൂടെ വേദിയിലേക്ക് നിൽക്കാനായിട്ട് യോഗ്യൻ കൂടിയാവും. മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്നസെന്റ് ഏട്ടന്റെ ചെറുമകൻ അല്ലേ, ചെറുമകൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലെ ദ വില്ലൻ റോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. നമ്മൾ റീസെന്റ് ലോഞ്ച് ചെയ്ത സിനിമയാണോ അത് അല്ലേ? ഓ, പുറത്ത് വിട്ടിട്ടില്ല, എന്തായാലും പുറത്ത് വിട്ടിട്ടില്ല, മീഡിയയിലൂടെ തന്നെ അറിയത്തിട്ട്. ലിജീഷിന്റെ LKയുടെ സ്ക്രിപ്റ്റ്. അപ്പം ഇന്നസെന്റ് ഏട്ടന്റെ ഫാമിലിയിൽ നിന്നും നാദ ഒരു താരത്തെ നമുക്ക് കിട്ടുന്നു. അതിൽ ടിനിച്ചേട്ടന്റെ മകനാണ് വില്ലനായിട്ട് അഭിനയിക്കുന്നത്. എന്താണ് ക്യാരക്ടർ എന്നൊക്കെ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേടാ. അതിന്റെ എല്ലാം മ്യൂസിക് ഉണ്ടേ. അതൊന്നും ഞങ്ങൾ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു അത്. അതെ, ഫ്രീ പ്രൊമോഷൻ അല്ല. അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞ് നമുക്കിതൊരു മൈലേജ് ആക്കി, അതായത് ഫ്രീ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, ക്യാരക്ടർ അങ്ങനത്തെ. ചേട്ടാ, അത് പറഞ്ഞാൽ മതി, നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? We don't know what's going on. അല്ല, സത്യം കേട്ടോ. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. കാരണം നമുക്ക് കുറച്ച് സോഷ്യൽ മാസ്കിംഗ് ഉണ്ടല്ലോ. എനിക്ക് മുന്നിലൊക്കെ ചേച്ചി അത് നടന്ന് തെളിയിച്ച ആളാണ്. ഇതൊന്നും ആവശ്യമില്ലാന്നും നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണോ നിങ്ങൾ തോന്നിയ പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞ് വളരെ ധൈര്യമായിട്ട്. ഞാൻ കേട്ട ഒരു കോട്ട് ഉണ്ട്. ഐ എം സോറി ഫോർ ടേക്കിംഗ് യുവർ ടൈം. നമ്മളൊരു 70 വയസ്സാകുമ്പോൾ, ആയിട്ടില്ലെങ്കിലും ഒരു 70 വയസ്സാകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഛേ എന്തൊക്കെ ചെയ്യായിരുന്നു,
ബിക്കോസ് ആ സമയത്ത് ഒരു കോപ്പും ചെയ്യാൻ പറ്റൂല. അല്ല ആ സമയത്ത് ഞാൻ രഞ്ജിനി അടുത്ത് ചോദിക്കും ആ. എന്തൊക്കെ അല്ല, എന്റെ ചെയ്യാണ്ടിരുന്നത് എന്താണ്? അല്ലല്ല, ഞാൻ കുറെ ചെയ്തു ചേട്ടാ. ആണോ? ആ, അതല്ല ഞാൻ ചോദിച്ചത്. കല്യാണം അയ്യോ, അത് കഴിക്കാതെ ചെയ്യാത്തതാണ്, അത് മനഃപൂർവ്വം ചെയ്യാത്തതാണ്. അത് ഞാൻ 70 വയസ്സിലും ചെയ്യല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് ഇന്ന് നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ഐ ഡോണ്ട്, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ തലവേദന ഫോർ മീ ഓൺലി. ബട്ട് വാട്ട് ഐ എം സേയിങ് ഈസ്, ആ 70 വയസ്സിൽ തിരിഞ്ഞു നോക്കി ഞാനതൊന്നും ചെയ്തില്ല, ബിക്കോസ് ആ സമയത്ത് നമ്മൾ ചെയ്യാതിരിക്കാൻ കാരണം ഈ സൊസൈറ്റി എന്ത് പറയുമെന്നൊരു ചിന്തയാണ്. ശരിക്കും ആരും നോബഡി കെയർസ് അബൌട്ട് യു. ഈ ലോകത്ത് നോബഡി ഗിവ്സ് എ ഡാം അബൌട്ട് യുവർ ലൈഫ്. എന്നെ ആദ്യം വഴിതെറ്റിച്ച ആളാണ് വീട്ടിൽ വന്നേക്കാ. സോ ഐ എം സേയിങ്, ജീവിക്കൂ, ലിവ്. ഒരു ജീവിതമല്ലേ ഉള്ളൂ, ലിവ്. മറ്റൊരാളെ ഹേർട്ട് ചെയ്യരുത്. ലിവ് വെൽ, ബി ഹാപ്പി. ആരെ വേദനിപ്പിക്കാതിരിക്കുക, ആരും ദ്രോഹിക്കാതിരിക്കുക. ആരും വന്നിട്ടില്ലല്ലോ നമ്മള്. എന്റർടൈനേഴ്സ്. ഇപ്പൊ ഞാൻ ഇടുന്നത് ഷോർട്സ് ആണെങ്കിലും ബിക്കിനി ആണെങ്കിലും അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നില്ലല്ലോ. അത് യു ഡു ഇറ്റ്. പക്ഷേ ഞാൻ പോയ ഒരാളെ വെറുതെ തല്ലുകയാണെങ്കിലോ തെറി വിളിക്കുകയാണോ അത് അവരെ ഹേർട്ട് ചെയ്യും. ഡോണ്ട് ഡു ദാറ്റ്. അതൊക്കെ നിങ്ങളുടെ ബൗണ്ടറീസ് ആണ്. സോ ഐ തിങ്ക് ആ ഒരു റിയലൈസേഷൻ ആണ് ഹാസ് മേഡ് മീ ഗോ ഓക്കെ. ഇപ്പൊ നിങ്ങളൊക്കെ യുവർ ഓൾ ലിവിങ് യുവർ ലൈഫ്, കുറച്ച് തെറി കേൾക്കും, സോ വാട്ട്. അതേ ഉള്ളൂ ചേച്ചി, തെറി മാത്രം. എൻജോയ് പോലെ എൻജോയ്. അതൊക്കെ ഒരു കുറച്ച് ചെറിയാണ് പക്ഷെ ബെൻസെടുത്ത് തെറിയുടെ ഒക്കെ ഒരു പവറേ. അപ്പോ അതുകൊണ്ടിട്ട് ഈ ടിൻചേട്ടനുണ്ട്. ടിൻചേട്ടൻ പോകാൻ പാടില്ല, രണ്ടുപേരെ നിർത്തിക്കൊണ്ട് ഒരു അവാർഡും കൂടി ഞങ്ങൾ ഒന്ന് കൊടുക്കുകയാണ്. ബെസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂർ മെയിൽ ആണ് ഞങ്ങൾ കൊടുക്കുന്നത്, ഫീമെയിൽ ആണ് ചേച്ചിക്ക് കൊടുത്തത്. ചേച്ചി അതൊന്ന് അനൗൺസ് ചെയ്യണം. Dazzler Eterna Best Celebrity Interviewer Male എന്നുള്ള അവാർഡാണ്. Somebody asked me who's my favorite host or anchor, and എനിക്ക് അങ്ങനെ favorites ഒന്നുമില്ല. But I thought this boy was very good when I saw him, and I'm glad that he is the one who is getting it. Rohan Lona. റോഹനാണ് ഈ വർഷത്തെ മികച്ച സെലിബ്രിറ്റി ഇന്റർവ്യൂർ മെയിൽ ഞങ്ങൾ ഇവിടെ ഇത് അവാർഡ് നൽകാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. റോഹൻ, എന്റെ അടുത്ത് മൈൽ സ്റ്റോൺ ഈ അടുത്തൊരു ഇന്റർവ്യൂ ആണോ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അവര് ഏത് പെണ്ണിനെ വേണ്ടത്, ഞാൻ പറഞ്ഞ് റോഹൻ ലോണേന മതി. പെണ്ണാണെന്ന് വിചാരിച്ചിട്ടല്ലേട്ടാ, നീ ആണെന്ന് വിചാരിച്ചിട്ട് തന്നെ. സോ ഇപ്പൊ ഒരു സിനിമ താരം കൂടിയാണ് ചേച്ചി. ഈ തനി നിറം എന്ന സിനിമയിലെ നായകൻ കൂടിയാണ് റോഹൻ. സോ കൺഗ്രാറ്റ്സ്. സോ അവാർഡ് രഞ്ജിനി ചേച്ചിയും ടിൻചേട്ടനും കൂടെ ചേർന്ന് കൊടുക്കാണ്. ട്രോഫി നൽകുന്നു, ഞങ്ങളുടെ ഗിഫ്റ്റ് ഹാമ്പർ. രഞ്ജിനി ചേച്ചി പ്ലീസ് ഡു ദി ഓണർ. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ടിൻചേട്ടനാണ് നൽകുന്നത്. റോഹൻ, ഇത്രയും ആങ്കേഴ്സിന്റെ, ടിൻചേട്ടൻ ഓൾസോ ഒരു ഹോസ്റ്റ് ആണ് പല പ്രോഗ്രാംസിന്റെ ഒക്കെ, ഇത്ര ആങ്കേഴ്സിന്റെ നടുവിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ആൻഡ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ആൻഡ് ഒരുപാട് സന്തോഷം. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇരട്ടി മധുരം, അതിനേക്കാളേറെ എന്തെങ്കിലും മറ്റൊരു വാക്കുണ്ടെങ്കിൽ അത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ആങ്കർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ടൈറ്റിൽ വിന്നറായിട്ട് നിൽക്കുന്നതാണ് ഒരു സന്തോഷമെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടി മധുരമാക്കുന്നത് ഒരുപക്ഷെ എനിക്ക് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഒരു ബെസ്റ്റ് രീതിയിലേക്ക് പറയുന്ന ഒരാൾ എപ്പോഴായിരിക്കും എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അതിന് ഉത്തരം ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിരിക്കും. അത്തരത്തിൽ നമ്മൾ പറയാറുണ്ട് എപ്പോഴും നമുക്ക് വഴി വെട്ടി പോവേണ്ടതുണ്ട്, നമ്മുടെ വഴിയിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികളൊക്കെ ഉണ്ടായിരിക്കത്തുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവതാരകർക്ക് കുറേ കൂടി വഴി എളുപ്പമാക്കി തന്ന ഒരാൾ, ഒരുപക്ഷെ ഈ ഒരു പേരിനെ മുമ്പും ശേഷം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അവതാരകരിൽ ഒരാൾ, അല്ലെങ്കിൽ 2 പതിറ്റാണ്ടിലേറെയായിട്ട് സ്റ്റേജ് ഷോസ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇയാൾക്ക് പകരം മറ്റൊരാളില്ല എന്ന് പറയിപ്പിക്കുന്ന ഒരാളേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം, അത് രഞ്ജിനി ഹരിദാസാണ്. അപ്പോൾ അത് ഞാൻ പല വേദികളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതേ വേദിയിൽ ചേച്ചി ഇതിനൊപ്പം നിന്ന് കിട്ടി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വലിയ സന്തോഷം. ആൻഡ് ആ സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ ഇരട്ടിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും, ഒരു ഷോ ഏറ്റവും ഭംഗിയാക്കുന്നതിൽ, അല്ലെ, ഒരുപക്ഷെ MC എന്നുള്ള നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, മാസ്റ്റർ ഓഫ് സെറമണി. അപ്പോൾ പലപ്പോഴും ആ ഷോ ഭംഗിയായി എങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഭയങ്കര വിശേഷിപ്പിക്കലൊന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ വന്ന ഗസ്റ്റ് ആയിക്കോട്ടെ, ഓഡിയൻസ് ആയിരിക്കട്ടെ, ഒരു ആങ്കറിന്റെ പോർഷൻ എത്രത്തോളം ഭംഗിയായിരിക്കും എന്നുള്ളത് പലപ്പോഴും വിശേഷിപ്പിക്കാറില്ല. പക്ഷെ ഞാൻ പല വേദികളിലും ചാനലുകളിലും അവതാരകരെ കുറിച്ച് സംസാരിക്കുന്ന കണ്ടിട്ടുള്ള ഒരു താരമേ ഉള്ളൂ എന്ന് ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത് മുൻപന്തിയിൽ ടിൻചേട്ടൻ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത സ്റ്റേജ് ഷൂസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റെന്ത് വേദികളിലാണെങ്കിൽ പോലും ഉണ്ടായിരുന്നു. അപ്പം ഒരു ആങ്കറിനെ പറ്റി എടുത്ത് പറയുക, അല്ലെങ്കിൽ ആ ചെയ്ത പ്രവൃത്തിയെ പറ്റി എടുത്ത് പറയുക എന്നുള്ളത് ഒരു അവതാരം കൂടിയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു ആക്ടർ കൂടിയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നിലധികം ചാനലുകളിലെ ടിൻചേട്ടനായിട്ട് ഷോ ചെയ്യാൻ പറ്റുന്ന സന്തോഷം കൂടിയുണ്ട്. അപ്പം എല്ലാം കൊണ്ട് ഇരട്ടി മധുരമാണ്. ആൻഡ് ഒന്ന് പറയാതെ വയ്യ, കാരണം
ഒരു പക്ഷേ ഒരു 8 ചാനലുകളായിട്ട് 1000-ലധികം ഷോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ജനസ്വീകാര്യത കിട്ടിയ ഒരു ഷോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റുന്നത് ഹോട്ട് സീറ്റ് ആയിരുന്നു. ആ ഹോട്ട് സീറ്റ് എനിക്ക് സമ്മാനിച്ചത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു നാഴികക്കല്ല് പിന്നീടും നമ്മുടെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ഉണ്ട് എന്നുള്ളത്. നിസ്സംശയം പറയാം, എൻ്റെ ലൈഫിലെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഷോവിനെ പറ്റി ആദ്യമായിട്ട് അപ്പു എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് കുറച്ച് വിമർശനങ്ങളിലൂടെ തുടങ്ങിയ ഒരു ഷോ ആയിരുന്നു. പിൽക്കാലത്ത് ആ വിമർശനങ്ങൾ പ്രശംസകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പു ഷാൽവിൻ അത് വിശ്വസിച്ച് തന്നെ ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. കാരണം ആ ഷോ ഉണ്ടാക്കി തന്ന ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. പിൽക്കാലത്ത് പലധികം ചാനൽ ഷോകൾ ഉണ്ടായെങ്കിൽ പോലും മൈൽ സ്റ്റോണിലെ ആങ്കറല്ലേ, ഹോട്ട് സീറ്റ് ചെയ്തിരുന്ന ആളല്ലേ എന്നുള്ളൊരു വിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഓർക്കുന്ന കാര്യം കൂടിയാണ്. സോ താങ്ക് യു സോ മച്ച് അപ്പു, ഷാൽവിൻ ആൻഡ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ആൻഡ് ഇത് ഭയങ്കരമായിട്ട് ഞാൻ മുമ്പ് ഇതുപോലെ വന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോളിൽ വന്നൊരു കാര്യമായിരുന്നു. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ബെസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ആങ്കർ ആരാന്നുള്ളത്. അപ്പോൾ അങ്ങനെ രജി ചേച്ചിയുടെ പേര് എഴുതിയപ്പോൾ അന്ന് കിട്ടിയ മറുപടികൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും റോഹൻ ഇത് ആങ്കർ എന്നുള്ള രീതിയിലേക്ക് കിട്ടുന്ന ഒരു ഓസ്കാർ ആണെന്നുള്ളത്. ഓസ്കാർ ആരിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചോ പ്രതീക്ഷിച്ചോ ആളുടെ സാന്നിധ്യത്തിൽ തന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഷീസ് മൈ ഫേവറേറ്റ്. ലവ് യു ചേച്ചി. Yes. No, it's even more special because we are both getting the award. ഈ ഒരു ഫീൽഡിൽ ഞാൻ ഒരു ശിശുവാണ്. ഈ അടുത്ത് എന്റെ സീനിയർ ആണ് ഇതില്. റിയൽ വേൾഡിൽ വന്നാൽ നമുക്കൊന്ന് പക്ഷെ അതിന്റെ കൂടെ ഒരു വാക്കുകൂടെ വരി കൂടെ ചേർക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ടോവിന് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കും ആസിഫ് അലിക്ക് ഇത് കുറച്ചുകൂടെ സ്പെഷ്യൽ ആവുന്നത് ഞങ്ങൾ മത്സരിച്ചത് മമ്മൂക്കയോടെ ആണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്ന് ബെസ്റ്റ് ആങ്കറായിട്ട് നിൽക്കുമ്പോൾ എനിക്കിത് പറയാൻ പറ്റും അഭിമാനത്തോടെ, ഞാൻ മത്സരിച്ച് കൂടെ വിന്നറായിട്ട് നിൽക്കുന്നത് രഞ്ജിനി ഹരിദാസിന്റെ ഒപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച്. ഇവൻ നന്ദി പറയുമ്പോൾ എനിക്ക് നന്ദി പറയാൻ തോന്നുന്നു. ഐ എം സോ സോറി, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ചതിയായി പോകും. ഐ മീൻ യു ആർ സേയിങ് താങ്ക് യു ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ അടുത്ത് തന്നെ നന്ദി പറയാൻ താല്പര്യമുണ്ട്. ബിക്കോസ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ്സ് സച്ച് എ ബിഗ് റെസ്പോൺസ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എത്തിയത് എന്നൊരു ചോദ്യം ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഒഴിയാബാധയായി ചോദിച്ചുകൊണ്ടിരുന്നു. ബിക്കോസ് എനിക്ക് മടിയാണ്. ഇതൊരു ഉത്തരവാദിത്തമാണ്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ടു ഡു സംതിങ്. അത് എൻ്റെ രീതിയിൽ ചെയ്യുക. അപ്പം ഒരു ഇൻ്റർവ്യൂവർ എന്ന ഒരു ഫേസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുമെന്നല്ലേ ഉള്ളൂ. മീരയൊക്കെ ആണെങ്കിലും നമ്മൾ വൺസ് ഇൻ എ വൈൽ പോയി ഇന്റർവ്യൂ ചെയ്യും. വി ഡോണ്ട് ഡു ഇറ്റ് ആസ് എ ജോബ്. അപ്പോൾ ആ ഒരു ഫേസിൽ ഓൺലൈനിലേക്ക് വന്നപ്പം അതിൻ്റെ ചാലഞ്ചസ് എല്ലാം ആസ് എ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ. ബട്ട് ഐ ലേൺ സോ മച്ച്. അതിൽ ഐ ഹാഡ് ഫാന്റാസ്റ്റിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് മീ വിച്ച് ഇസ് മൈ മോം ആൻഡ് മൈ ടീം, അസോറ ക്രിയേറ്റീവ് സ്റ്റുഡിയോ ആൻഡ് എ ബ്രദർ. അപ്പോൾ അവരില്ലാതെ ദിസ് വുഡൻ ബി പോസിബിൾ. ആൻഡ് എപ്പോഴെങ്കിലും ഞാൻ സ്വന്തമായിട്ടൊരു ഷോ ചെയ്യുമെന്ന് തീരുമാനിച്ചെങ്കിൽ അതിൻ്റെ തുടക്കം ചിത്രചേച്ചി ആയിരിക്കും എന്ന് ചിത്രചേച്ചിയെ കണ്ട നാൾ മുതൽ ഞാൻ തീരുമാനിച്ചതാണ്. അത് അങ്ങനെ തന്നെ സാധിക്കാൻ പറ്റി. ഞാൻ ആഗ്രഹിച്ച ഒട്ടുമിക്ക എല്ലാവരും ഗസ്റ്റ് ആയിട്ട് വന്നു ആദ്യത്തെ സീസണിൽ. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ദാറ്റ് യുനോ എൻ്റെ ഈ ഒരു എഫേർട്ട് അതിനൊരു അംഗീകാരം കിട്ടുമ്പോഴാണല്ലോ, ഓ ആരെങ്കിലും ഒരു അംഗീകാരം തന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല അല്ലേ? അത് മതി. ഒരു ജംപ് സ്റ്റാർട്ട്, ഒരു ചെറിയ ഒരു എൻകറേജ്മെന്റ്. ബിക്കോസ് ഐ വാസ് വെരി unsure about it. I was very, because self-sponsored ആണ്. I don't have a Dazzler returner or who else is here. വേറെ ആരൊക്കെയുണ്ട്, നമ്മളെയും വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം അല്ലേ? എന്തൊരു ബുദ്ധിമുട്ട് അറിയോ? സ്വന്തം ഞാൻ ഇവിടെ ആങ്കർ ചെയ്യുന്നു, അവിടെ പോയി കാശ് സ്പെൻഡ് ചെയ്യുന്നു, നല്ല പ്രോസസ്സാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബട്ട് ഐ എം സെയിങ് ഇറ്റ്സ് എ ടഫ് ജോബ്. ആൻഡ് സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എഫേർട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ എഫേർട്ട് എടുത്തപ്പോഴാണ്. സോ അറ്റ് ദിസ് പോയിന്റ് ഐ ബൗ ടു യു, ഐ കൺഗ്രാജുലേറ്റ് യു. ചെറിയ കാര്യമല്ല. ആൻഡ് അതിനെ കളിയാക്കുന്ന ആൾക്കാർക്ക് അത് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ അതിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത്. ആൻഡ് ദിസ് ഇസ് ആഫ്റ്റർ വർക്കിംഗ് ഫോർ 20 years ഇൻ ദ റിയൽ വേൾഡ്, 25 years ഇൻ ദ റിയൽ വേൾഡ്. കംപ്ലീറ്റ്ലി വേറെ ലോകമാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൽഗരിതമാണ്. അത് പഠിച്ച് മനസ്സിലാക്കി സക്സസ്ഫുൾ ആയ എല്ലാവർക്കും you need to be proud of yourself. You're paving your own way, and you know the future is so bright. And thank you for showing us old schoolers, old timers the way. പക്ഷെ ഞങ്ങളും വരും, ഞങ്ങളും പിടിക്കും, വിട്ടാലില്ല. താങ്ക് യു ശശി. അപ്പൊ റോഹൻ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് റോഹൻ.